ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഇന്നത്തെ വെബിനാർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വെബിനാറിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫണ്ടമെന്റൽ ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫണ്ടമെന്റൽ ന്യൂസ് ഇതിൽ വരുന്നത് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഫണ്ടമെന്റൽ ന്യൂസ്. അത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വെബിനാറിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ സ്മാർട്ട് എഫെക്ട്സിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, യൂട്യൂബ് ഇതൊക്കെ ഫോളോ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ വരുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഫണ്ടമെന്റൽ ന്യൂസ്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ചെയ്യുമ്പോൾ ട്രേഡിംഗ് സ്ട്രാറ്റജീസിൽ വരുന്നതാണ് ഇതൊക്കെ: ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയതാണ്. അതിൽ വരുന്ന ഫണ്ടമെന്റൽ അനാലിസിസിൽ വരുന്ന ഒരു ഭാഗമാണ് എന്ത്? ഫണ്ടമെന്റൽ ന്യൂസ്. ഓക്കെ, അപ്പൊ അതിൽ നമുക്കറിയാം, നമ്മൾ മാർക്കറ്റിൽ വരുന്ന മൂവ്മെന്റ്സ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ന്യൂസ് ഒക്കെ വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ ന്യൂസ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അത് ആ ന്യൂസ് നോക്കിയിട്ട് മാർക്കറ്റിൽ വരുന്ന മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. അപ്പൊ അതിൽ വരുന്ന ഒരു കാര്യമാണ് മാക്രോ അനാലിസിസ്. മാക്രോ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി നോക്കുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്കുകളൊക്കെയാണ്. സെൻട്രൽ ബാങ്കുകൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ മാക്രോ അനാലിസിസിൽ വരുന്നതാണ് ഇതൊക്കെ: സെൻട്രൽ ബാങ്ക്, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക സൂചകങ്ങൾ. ഓക്കെ, അപ്പൊ സെൻട്രൽ ബാങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, കറൻസിയിലെ മൂല്യത്തിന് ചേഞ്ചസ് ഉണ്ടാവുന്നു. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നു, അതിനനുസരിച്ച് കറൻസി അതിലും എന്തുണ്ടാവുന്നു, ചേഞ്ചസ് ഉണ്ടാവുന്നു. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് വേണം മാർക്കറ്റിലെ മൂവ്മെന്റ്സ് ഉണ്ടാവുക. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രേഡിങ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മാർക്കറ്റിൽ ഒരു ന്യൂസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ട്രേഡ് ചെയ്യാതെ ആ സമയത്ത് എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാതിരിക്കുക. നമ്മൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുക, എന്താണ് ഡിസിഷനും കാര്യങ്ങളും വരുന്നതെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ന്യൂസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു സെൻട്രൽ ബാങ്കുകൾ. 4Xലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 8 സെൻട്രൽ ബാങ്ക്സ് ആണ് ഉള്ളത്. അത് ഏതൊക്കെ ബാങ്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US ഫെഡറൽ റിസർവ്, USD, അതുപോലെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, യൂറോ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, GBP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, ബാങ്ക് ഓഫ് ജപ്പാൻ, ജപ്പാനീസ് യെൻ, സ്വിസ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് കാനഡ, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ, റിസർവ് ബാങ്ക് ഓഫ് ന്യൂസിലാൻഡ്. അങ്ങനെ 8 ഇമ്പോർട്ടന്റ് സെൻട്രൽ ബാങ്ക്സ് ആണ് നമ്മുടെ 4Xൽ ഉള്ളത്. ഓക്കെ, ഇനി മാക്രോ അനാലിസിസിൽ വരുന്ന കീ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ സെൻട്രൽ ബാങ്കിനെ നോക്കി നമ്മൾ അനാലിസിസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, അത് ഇൻട്രസ്റ്റ് റേറ്റിനെ ബാധിക്കുന്നു. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, കറൻസിയുടെ സ്ട്രെങ്ത് എന്ത് ചെയ്യും, കൂടും. അപ്പൊ എന്ത് ചെയ്യും, അത് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. ഇനിയിപ്പോ അതേസമയം ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, കറൻസി വീക്കൻ ചെയ്യാണ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ആണ്, ലോ ആണ് ഇൻഫ്ലേഷൻ വെച്ചെങ്കിൽ എന്ത് ചെയ്യും, കറൻസിയുടെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. ഇനിയിപ്പോ അത് ഹൈ ഇൻഫ്ലേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, കറൻസിയുടെ വാല്യൂ വീക്കൻ ആവുകയാണ് ചെയ്യുക. ഇനി അതുപോലെ അടുത്തൊരു ഫാക്ടറാണ് എന്ത്, GDP എന്ന് പറയുന്നത്. GDP എന്ന് പറയുമ്പോൾ GDP ഗ്രോത്ത് സ്ട്രോങ് ആണെങ്കിൽ എന്താണ്, കറൻസി സ്ട്രോങ് ആവും. GDP ഗ്രോത്ത് വീക്ക് ആണെങ്കിൽ എന്താവും, കറൻസി അതിനനുസരിച്ച് വീക്കൻ ആവും. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഡാറ്റ. അപ്പൊ നമുക്കറിയാം, ഹയർ എംപ്ലോയ്മെന്റ് ആണെങ്കിൽ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, സ്ട്രെങ്ത് ആവും. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കറൻസി എന്താവും, സ്ട്രോങ് ആവും. ഇനി എംപ്ലോയ്മെന്റ് ഇല്ലെങ്കിലോ ഓട്ടോമാറ്റിക്കലി എക്കണോമിക് എന്താവും, വീക്കനിലേക്ക് വരും. അതുപോലെ തന്നെ കറൻസിയും വീക്ക് ആവുകയാണ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി.
പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെന്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ്സ് കൂടും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ എക്കണോമിക് സ്ട്രെങ്ത് കൂടും. അതുപോലെ തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കറൻസിക്കും മൂവ്മെന്റ്സ് ഉണ്ടാവും. ഇനി അതല്ല, ഗവൺമെന്റ് അത്ര കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കറൻസി എന്താവും, വീക്കൻ ആവാണ് ചെയ്യുക. അതേപോലെ അടുത്തൊരു ഫാക്ടറാണ് എന്ത്, ഗ്ലോബൽ ഇവന്റ്സ്. ഗ്ലോബൽ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എന്തെങ്കിലും യുദ്ധങ്ങളോ അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക്കിനെ അത് എന്ത് ചെയ്യും, ബാധിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താവും, അത് കറൻസിയുടെ വാല്യൂവിനെയും ബാധിക്കും. ഇതൊക്കെയാണ് മാക്രോ അനാലിസിസിൽ വരുന്ന ഫാക്ടേഴ്സ്. മെയിൻലി എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻലി വരുന്ന കീ ഫാക്ടേഴ്സ് ഓഫ് മാക്രോ അനാലിസിസ്. ഇനി അപ്പൊ ഇത് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, അപ്പൊ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ട് പണപ്പെരുപ്പം കുറയ്ക്കുകയാണ് ചെയ്യുക. ഇനി അതല്ല, ദുർബലമാണെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ദുർബലമാണെങ്കിൽ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ചെലവ് പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ അതിനനുസരിച്ച് എന്താവും, കറൻസിയിലും ചേഞ്ചസ് ഉണ്ടാവും. ഇനി എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, സെൻട്രൽ ബാങ്ക് അതിന്റെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് അതിൽ മാർക്കറ്റിൽ മൂവ്മെന്റ്സ് ഉണ്ടാവാൻ കാരണമാണെന്ന് പറഞ്ഞു. എന്താണ് സെൻട്രൽ ബാങ്ക് മീറ്റിങ്ങുകളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു കാലാനുസൃത യോഗങ്ങളാണ്, ടൈംലി. അത് ഇങ്ങനെ ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും, അങ്ങനെ അതിനനുസരിച്ച് എന്തുണ്ടായിരിക്കും, ഓരോ മീറ്റിംഗ്സ് ഉണ്ടായിരിക്കും. അതിലെടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് മാർക്കറ്റിൽ എന്തുണ്ടാവും, മൂവ്മെന്റ്സ് ഉണ്ടാവാനായിട്ട് മൂവ്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് തീരുമാനം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, കറൻസി റേറ്റ് എന്താവും, അത് എന്താവും, സ്ട്രോങ് ആവും. ഇനി അതല്ല, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ എന്താവും, അതിനനുസരിച്ച് കറൻസിയുടെ വാല്യൂ വീക്കൻ ആവും. ഓക്കെ, അപ്പൊ ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കറൻസി റേറ്റിന്റെ വാല്യൂ വീക്കൻ ആവുകയും സ്ട്രോങ് ആവുകയും ചെയ്യുന്നത്. ഇനി ഇതൊരു സൈക്കിള് പോലെ എന്താവും, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒക്കെയാണ്, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഒക്കെ ആണെങ്കിൽ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, എംപ്ലോയ്മെന്റ് റേറ്റ് എന്താവും, കൂടും. അപ്പൊ എന്താവും, എംപ്ലോയ്മെന്റ് ജോലി ഉണ്ടെങ്കിൽ എന്താവും, നമ്മുടെ ചെലവും ഓൾറെഡി കൂടും. അപ്പൊ അതിനനുസരിച്ച് പണപ്പെരുപ്പവും ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി എന്താവും, ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്ടാവുക, അപ്പൊ നമ്മുടെ ചെലവ് കുറയ്ക്കാൻ നോക്കും. അപ്പൊ എന്താവും, കറൻസി ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആവും. ഓക്കെ, അപ്പൊ എന്താവും, വീണ്ടും നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാവാൻ തുടങ്ങി. അപ്പോ സാമ്പത്തിക സ്ഥിതി മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, അൺഎംപ്ലോയ്മെന്റ് ആയി, തൊഴിലില്ലായ്മയായി. അപ്പൊ എന്താവും, ചെലവ് കുറയ്ക്കുന്നു. അപ്പൊ ബാങ്കിന്റെ പലിശ കുറയ്ക്കുന്നു. അങ്ങനെ അങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് എന്താവും, നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഒരു സൈക്ലിക് പ്രോസസ്സ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒക്കെയാണ്, എന്താ പറയാ, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒക്കെ ആണെങ്കിൽ എന്തുണ്ടാവും, എംപ്ലോയ്മെന്റ് റേറ്റ് കൂടും. അപ്പൊ ചെലവ് അതിനനുസരിച്ച് കൂടും, പണപ്പെരുപ്പം ഉയരും. അപ്പൊ എന്താവും, അമിത ചെലവും അമിത വിലക്കയറ്റവും ഉണ്ടാവും. അപ്പൊ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഓക്കെ, അപ്പൊ കറൻസിയുടെ വാല്യൂ എന്തായി, കൂടി. അതുപോലെ തന്നെ കയറ്റുമതിയും കൂടുതലാകുന്നു, അതിനനുസരിച്ച് ചെലവ് കൂടുന്നു. ആളുകൾ എന്ത് ചെയ്യുന്നു, എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ സമ്പദ് വ്യവസ്ഥ വീണ്ടും പിന്നോട്ട് പോകുന്നു. അപ്പൊ ചെലവ് കുറയുന്നു, തൊഴിലില്ലായ്മ ഉണ്ടാവുന്നു. അപ്പൊ വീണ്ടും സെൻട്രൽ ബാങ്ക് പലിശ കുറയ്ക്കുന്നു. അങ്ങനെ അങ്ങനെ അതെന്താവും, ഒരു റിപ്പീറ്റഡ് പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതിനനുസരിച്ച് എന്തുണ്ടാവും, നമ്മുടെ മാർക്കറ്റിലും എന്തുണ്ടാവും, മൂവ്മെന്റ് ഉണ്ടാവും. ആ മൂവ്മെന്റ് നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഓക്കെ, നമ്മൾ ബിഗിനേഴ്സ് ഒക്കെ ആയിരിക്കുമ്പോ എന്തായാലും എന്ത് ചെയ്യുക, ന്യൂസ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. ബിഗിനേഴ്സ് എന്നല്ല, ആരായാലും ട്രേഡ് ചെയ്യുമ്പോൾ ന്യൂസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, ബെറ്ററാണ്. അല്ലാണ്ട് വെറുതെ ഒന്നും അറിയാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. മാർക്കറ്റിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ്സ് ഒക്കെ അറിഞ്ഞ് എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമ്മൾ പറഞ്ഞു, മാക്രോ മീറ്റിംഗിൽ ഇത് ഷോർട്ടായിട്ട് ഇവിടെ പറയുന്നേ ഉള്ളൂ. സാമ്പത്തിക പ്രകടനം അത് വീക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, സെൻട്രൽ ബാങ്ക് അതിനനുസരിച്ച് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടുവരും. അപ്പൊ കറൻസി എന്തുണ്ടാവും, വീക്കെൻഡിലേക്ക് പോകും. ഇനി അതല്ല, സാമ്പത്തിക പ്രകടനം സ്ട്രോങ് ആണെങ്കിൽ എന്തുണ്ടാവും, പലിശ നിരക്ക് കൂട്ടും. സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കൂട്ടും, അതിനനുസരിച്ച് കറൻസി എന്താവും, സ്ട്രോങ് ആവും. ഇനി
നമ്മൾ ഈ ന്യൂസിൽ വരുന്ന കുറച്ച് സൂചകങ്ങളാണ്. ഇപ്പൊ ലേബർ ഡാറ്റ കാണാം, നമുക്ക് ന്യൂസിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ലേബർ ഡാറ്റ കാണാൻ പറ്റും. അതുപോലെ തന്നെ പണപ്പെരുപ്പ ഡാറ്റ കാണാൻ പറ്റും. അതിൽ ലേബർ ഡാറ്റയിൽ വരുന്ന കുറച്ച് ടേംസ് നിങ്ങൾ ആ ന്യൂസിൽ കാണും, അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏതൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫോം പേറോൾ വരും, അതുപോലെ തൊഴിലില്ലായ്മ ക്ലെയിം, അൺഎംപ്ലോയ്മെന്റ് ക്ലെയിം എന്ന് കാണാൻ പറ്റും, അതുപോലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് കാണാൻ പറ്റും, ക്ലെയിമിൻ എണ്ണമാറ്റം. ഇതൊക്കെ ലേബർ ഡാറ്റയിൽ വരുന്ന സൂചകങ്ങളാണ്. ഇനി പണപ്പെരുപ്പ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ GDP, ചില്ലറ വിൽപ്പന, ഉപഭോക്തൃ വില സൂചിക, നിർമ്മാതാവിന്റെ സൂചിക, പുതിയ ഹോംസ്, അങ്ങനെയുള്ള കുറച്ച് ടേംസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂസിലെ കാണാനായിട്ട് പറ്റും. ഇനി ട്രേഡിംഗ് എക്കണോമിക്സ്, നമുക്ക് ഈ സൈറ്റിൽ കയറി പോയി കഴിഞ്ഞാൽ HTTP ട്രേഡിംഗ് എക്കണോമിക്സ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ആക്കാൻ നോക്കും. കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ ഒന്ന് മെസ്സേജ് ഇടണേ. സൈറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ട്രേഡിംഗ് എക്കണോമിക്സ്. ഓക്കെ, ട്രേഡിംഗ് എക്കണോമിക്സ് എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്താ കാണാൻ പറ്റും, ഓരോ രാജ്യത്തിന്റെയും അവരുടെ, ഇപ്പോ ഇവിടെ അൽബേനിയ എടുക്കുകയാണെങ്കിൽ കണ്ടോ, റേറ്റ്സ് കാണാൻ പറ്റും കറൻസിയുടെ. ഇപ്പൊ GDP ഗ്രോത്ത് റേറ്റ് ആണെങ്കിൽ ലാസ്റ്റ് റേറ്റ് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ റേറ്റ് എങ്ങനെയാണ്, പ്രീവിയസ് റേറ്റ് എങ്ങനെയാണ്, അതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യൂസ് വായിച്ച് അതിന്റെ റേറ്റ് മനസ്സിലാക്കാതെ ഇത് ഷോർട്ട് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് എന്താവും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ന്യൂസ് നോക്കുന്ന വേറൊരു സൈറ്റാണ് ഫോറെക്സ് ഫാക്ടറി. ഈ ഫോറെക്സ് ഫാക്ടറിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കാലണ്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും, ഡേറ്റ് കാണാം, ന്യൂസ് റിലീസ് ആവുന്ന ഡേറ്റ് കാണാം, അതുപോലെ ടൈം കാണാം, കറൻസി കാണാം, അതിൽ വരുന്ന ന്യൂസസ് നമുക്ക് കാണാം. ഇപ്പോൾ ഇതില് ഡേറ്റ് ഉണ്ട്, ഓക്കെ, പിന്നെ ഏത് കറൻസി ആണോ എന്നുള്ളതുണ്ട്. പിന്നെ ഇവിടെ കളേഴ്സ് കാണാം. കളേഴ്സ് മെയിൻലി ഗ്രേ, യെല്ലോ, റെഡ് അങ്ങനെയൊക്കെയാണ് കാണാം. അതിൽ റെഡ് ഒക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസസ് ആയിട്ട് വരിക. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ടേംസ് ഒക്കെ കണക്കുണ്ട്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇറ്റാലിയൻ ട്രേഡ് ബാലൻസ് അങ്ങനെ ടേംസ് ഒക്കെ കാണാം. ഇതിൽ മെയിൻലി നമുക്ക് ന്യൂസ് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. ആ ടൈമിൽ ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ വാല്യൂവും അതുപോലെ തന്നെ ഫോർകാസ്റ്റ് വാല്യൂ ഉണ്ടാവും. അപ്പൊ അതിൽ ആക്ച്വൽ വാല്യൂ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കറൻസിക്ക് അത് നല്ലതാണ്. ഓക്കെ, ഫോർകാസ്റ്റ് വാല്യൂവിനേക്കാൾ ആക്ച്വൽ വാല്യൂ കൂടുതലാണെങ്കിൽ അത് കറൻസിക്ക് എന്താണ്, ബെറ്റർ ആണ്. ഓക്കെ, അപ്പോ ഇതാണ് ഫോറക്സ്. ഈ ഫോറക്സ് ഫാക്ടറിയിലൊക്കെ നോക്കിയിട്ട് അതിൽ വരുന്ന ന്യൂസസ് എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഫോറക്സ് ഫാക്ടറി ആണ്. ഓക്കെ, ഇനി അതൊന്ന് അതിൽ വരുന്ന ടേംസും അതുപോലെ ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട്, അതുപോലെ കറൻസി എന്താണെന്നുണ്ട്, എക്കണോമിക് ഇവന്റ്സ് ഉണ്ട്, ആക്ച്വൽ ആയിട്ട് ആക്ച്വൽ വാല്യൂ എന്താണെന്നുള്ളത്, അതുപോലെ ഫോർകാസ്റ്റിന് പ്രിഡിക്ട് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ മുന്നേ പ്രീവിയസ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, മെയിൻ ആയിട്ട് എന്താണ്, ന്യൂസ് നമ്മൾ നോക്കുന്നു, അതിനനുസരിച്ച് സെൻട്രൽ ബാങ്ക് റിലീസ് ചെയ്ത ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ചേഞ്ചസും കാര്യങ്ങളും നോക്കുന്നു. അത് നോക്കി അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്നു. ഇതാണ് മെയിൻ ആയിട്ട് ഫണ്ടമെന്റൽ അനാലിസിസിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതെന്താണ്, ന്യൂസ് റിലീസ് ആവുന്ന സമയത്ത് മാർക്കറ്റിൽ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നു.
അത് മുൻകൂട്ടിയിട്ട് എങ്ങനെയാണെന്ന് നോക്കി അതിനനുസരിച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താണ് ബെറ്റർ ആണ്. ഓക്കെ, അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റിസ്ക് മാനേജ്മെന്റും നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇതാണ് ഇന്ന് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുള്ള ടോപ്പിക്, ഫണ്ടമെന്റൽ ന്യൂസ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണെങ്കിൽ ചാറ്റിൽ മെസ്സേജ്. ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.